മലയാളികൾക്ക് ഇന്നും തങ്ങളുടെ വീട്ടിലെ ഒരു കുട്ടിയെ പോലെയാണ് അനുമോൾ. അനുമോളുടെ വിവാഹം ഓഗസ്റ്റ് 18-ാം തീയതിയായിരുന്നു. ചില നാട്ടിൽ വിവാഹം കഴിഞ്ഞ് പയ്യൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അമ്മായിയമ്മയ്ക്ക് സമ്മാനം കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. ഇത്തവണ അനുവും അത് പാലിച്ചിരിക്കുകയാണ്. അനുവിൻ്റെ നാട്ടിൽ ഈ ചടങ്ങുണ്ടെങ്കിലും പുറത്തോട്ട് തമിഴ്നാട്ടിൽ ഇങ്ങനൊരു ചടങ്ങുണ്ടോ എന്ന കാര്യത്തിൽ അനുമോൾക്ക് വലിയ പിടുത്തമൊന്നുമില്ല. എങ്കിലും നമ്മുടെ ചടങ്ങ് നമ്മൾ നടത്തണമല്ലോ എന്നൊരു ആവേശത്തിലാണ് അമ്മായിയമ്മയ്ക്ക് സമ്മാനം കൊടുക്കാൻ അനു തീരുമാനിച്ചത്. വലതുകാൽ വെച്ച് വീട്ടിലേക്ക് കയറുമ്പോഴാണ് അമ്മായിയമ്മയ്ക്ക് സമ്മാനമായി ആ സമ്മാനം കൊടുത്തത്. സ്വർണം തന്നെയായിരിക്കും എപ്പോഴും കൊടുക്കാറുള്ളത്. സ്വർണം, ഡ്രസ്സ് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. നല്ല സാരിയോ സ്വർണമോ വളയോ മാലയോ മോതിരമോ അങ്ങനെ എന്തെങ്കിലും അമ്മായിയമ്മയ്ക്ക് അണിയിച്ചു കൊടുത്തിട്ടാണ് അമ്മായിയമ്മയെ സന്തോഷിപ്പിച്ചിട്ടാണ് ആ വീട്ടിലേക്ക് മരുമകൾ കയറുന്നത്. അതുപോലെ തന്നെ അമ്മായിയമ്മയും മരുമകൾക്കും സമ്മാനം കൊടുക്കാറുണ്ട്. എന്നാൽ അനുവിൻ്റെ സമ്മാനം കിട്ടിയപ്പോൾ അമ്മായിയമ്മ പറഞ്ഞത്, നിനക്ക് ഇതൊന്നും തരേണ്ട ആവശ്യമില്ല, നീ എൻ്റെ മരുമകളല്ല മകളാണെന്നാണ്. ഭുവൻ ആ അമ്മയുടെ ഒരൊറ്റ മകനാണ്. അമ്മയും മകനും മാത്രമുള്ള ആ ലോകത്തേക്ക് ഇപ്പോൾ അനുമോളും കൂടി എത്തിയിരിക്കുകയാണ്. അതുതന്നെയാണ് അവരുടെ ഏറ്റവും വലിയ സന്തോഷം. ഇപ്പോഴിതാ തിരുവനന്തപുരം വിട്ട് ഭുവനേഷിൻ്റെ നാടായ തമിഴ്നാട്ടിലേക്ക് പോകുന്നുണ്ടോ എന്നാണ് ചോദ്യം. എനിക്ക് തിരുവനന്തപുരം വിട്ടു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പുറത്ത് എവിടെ പോയാലും വർക്കിൻ്റെ ആവശ്യത്തിന് കൊച്ചിയിൽ പോയാലും എല്ലാം എത്രയും പെട്ടെന്ന് തിരുവനന്തപുരത്തേക്ക് തിരിച്ചെത്താൻ ഞാൻ ആഗ്രഹിക്കും. കൊച്ചിയിൽ പോയാൽ ആദിലയും നൂറയും എപ്പോഴും വഴക്ക് പറയും, അവരുടെ അടുത്ത് നിൽക്കുന്നില്ല എന്ന്. എന്നെ സംബന്ധിച്ച് പെട്ടെന്ന് വർക്ക് തീർത്ത് എനിക്ക് നാട്ടിൽ തിരിച്ചെത്തണം. തിരുവനന്തപുരം വിട്ടു പോകല്ലേ എന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അങ്ങോട്ട് പറയുന്നതിന് മുൻപേ ഭുവൻ ഇങ്ങോട്ട് പറഞ്ഞു, നിൻ്റെ വീടും റിലേറ്റീവ്സും അമ്മയും ഒക്കെ ഇവിടെയല്ലേ, അതുകൊണ്ട് പുള്ളി തന്നെ ഇങ്ങോട്ടേക്ക് മാറിക്കോളാമെന്ന്. ഞാനും അമ്മയും മാത്രമല്ലേ ഉള്ളൂ, ഞങ്ങൾ ഇങ്ങോട്ട് വരാം എന്ന് പറഞ്ഞതും എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അത് പറയുമ്പോഴേക്കും അനുമോൾ ഇമോഷണലായി. മുംബൈ ബേസ്ഡ് കമ്പനിയിൽ ജോലി ചെയ്യുകയാണ് ഭുവൻ. വർക്ക് ഫ്രം ഹോമാണ്, അതുകൊണ്ട് കുഴപ്പമില്ല എന്നും അനു പറയുന്നുണ്ട്. അഥവാ മുംബൈയിലേക്ക് മാറണമെന്ന് പറഞ്ഞാൽ ഭുവൻ എന്ത് ചെയ്യും? എന്നെയും കൊണ്ട് മുംബൈയിലേക്ക് പോകുമോ എന്ന് അനു ചോദിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടില്ല എന്നായിരുന്നു ഭുവൻ്റെ മറുപടി. ഇങ്ങോട്ട് മാറുമ്പോൾ എനിക്കും എന്നെ സ്നേഹിക്കുന്നവരെ വിട്ടിട്ട് വരുന്നത് വിഷമമായിരുന്നു. പക്ഷേ അമ്മ കൂടെയുണ്ട്, പിന്നെ സ്നേഹിക്കുന്ന ഒരാൾക്കൊപ്പം ജീവിക്കുന്നത് സന്തോഷമല്ലേ എന്നായിരുന്നു ഭുവൻ്റെ മറുപടി. ആരാണ് പ്രണയം ആദ്യം പ്രപ്പോസ് ചെയ്തത് എന്നൊക്കെ വീഡിയോയിൽ അനുവിനോട് ചോദിക്കുന്നുണ്ട്. അതൊന്നും ഇപ്പോൾ പറയില്ല. ഞങ്ങളുടെ കല്യാണം ലവ് ആണോ അറേഞ്ച്ഡ് ആണോ എന്നൊന്നും ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. അതൊക്കെ പതിയെ യൂട്യൂബ് ചാനലിലൂടെ തന്നെ പങ്കുവയ്ക്കുന്നതായിരിക്കുന്നു. എനിക്കും ഭുവനും യൂട്യൂബ് ചാനലുണ്ട്. ഭുവൻ ഇതുവരെ വീഡിയോ ഒന്നും പങ്കുവച്ചിരുന്നില്ല. ഇപ്പോൾ അത് ആക്റ്റീവായി തുടങ്ങി. പുള്ളി എന്നെക്കാളും കഴിവുള്ള മനുഷ്യനാണെന്ന് അനുമോൾ പറയുന്നു. പിന്നെ കല്യാണം എന്തുകൊണ്ട് തിരുവനന്തപുരത്ത് തന്നെ ആക്കിയെന്ന് അനുമോൾ പറയുന്നുണ്ട്. പലരും ചോദിച്ചിട്ടുണ്ട്, കൊച്ചിയിലല്ലേ എല്ലാവരും ഉള്ളത്, കൊച്ചിയിലേക്ക് മാറ്റിക്കൂടായിരുന്നോ കല്യാണമെന്ന്. പക്ഷേ തിരുവനന്തപുരം എന്ന നാട് തനിക്ക്